ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഈ സെൻറ്റൻസും പിന്നെ ഫോർ ടൈപ്പ് ഓഫ് സെൻറ്റൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ദി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാചകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വാചകം എന്ന് വെച്ചാൽ നമ്മളൊരു വാചകം എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. എന്ന് വെച്ചാൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാക്കുകളാണ്. വാക്കുകളൊക്കെ നമ്മൾ ഒന്നിച്ച് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെൻറ്റൻസ് വരുന്നത്. സോ അപ്പോൾ അതാണ് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ലീവ് ഇൻ എ വില്ലേജ്. ഞാനൊരു ഗ്രാമത്തിൽ താമസിക്കുന്നു. ദ മിൽക്ക് ഈസ് വൈറ്റ്. പാല് വന്നിട്ട് തൂവെള്ളയാണ്. വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? ജേക്കബ് ഈസ് റീഡിങ് എ നോവൽ. ജേക്കബ് വന്നിട്ട് ഒരു കഥ വായിക്കുകയാണ്. ഹൗ ഹോട്ട് ഇറ്റ് ഈസ് ടുഡേ. ഇന്ന് എന്തൊരു ചൂടാണ്. ബേർഡ് ബിൽഡ് എ നെസ്റ്റ് ഇൻ എ ട്രീ. പക്ഷി മരത്തിൽ ഒരു കൂട് വെച്ചു. അപ്പോൾ ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഒക്കെ നമ്മൾ ഇടും ഒരു സെന്റൻസ് കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാചകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ 4 ടൈപ്പ് ഓഫ് വാക്കുകളുണ്ട്, സെന്റൻസ് ഉണ്ട്. 4 ടൈപ്പ് ഓഫ് സെന്റൻസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അസർട്ടീവ് സെന്റൻസ്, ഇംപാരറ്റീവ് സെന്റൻസ്, ഇനോഗ്രേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്. അപ്പോൾ ഈ 4 സെന്റൻസ് ആണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ സെന്റൻസാണ് ഉള്ളതെന്ന്. ഓക്കെ, ആദ്യത്തെ വന്നിട്ട് അസർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. A sentence which says or states something are called a statement or assertive sentence. എന്ന് വെച്ചാൽ ends with full stop. ഫുൾ സ്റ്റോപ്പ്. സെന്റൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്, ഇപ്പോൾ ആരോ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയുന്നത്, ഒരു കാര്യം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് എടുത്ത് പറയുന്നതാണ് നമ്മൾ ഈ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഷീസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവളൊരു ടീച്ചറാണ്, ഇപ്പൊ അത് എടുത്ത് പറയാം. ഇപ്പൊ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം തന്നെ എടുത്ത് പറയുന്നതാണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പും കൂടി നമ്മൾ ഇടും. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഷീ ഈസ് എ ടീച്ചർ. അവളൊരു അധ്യാപികയാണ്. ദേ ഡു നോട്ട് നോ മീ. അവൾക്ക് എന്നെ അറിയില്ല. ദ മിൽക്ക് ഈസ് പ്യുവർ. ആ മിൽക്ക് വന്നിട്ട് നല്ല പരിശുദ്ധമാണ്. ദ ചൈൽഡ് ഈസ് ക്രൈയിങ്. ആ കുഞ്ഞു കരയാണ്. ഹി വാസ് എ പോലീസ്മാൻ. അവനൊരു പോലീസ് ഓഫീസറാണ്. മുരളി ഈസ് ഇൻ ലവ് വിത്ത് ഷീന. മുരളി ഷീനയുമായി പ്രണയത്തിലാണ്. അപ്പൊ ഇതൊക്കെ വരും. ഇങ്ങനത്തെ സെന്റൻസ് വരുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ സ്റ്റോപ്പും കൂടി ഇടുമ്പോഴാണ് നമുക്ക് അസർട്ടീവ് സെന്റൻസ് വരുന്നത്. ഓക്കെ, ഈ വാചകം കൂടി ചേർക്കുമ്പോൾ മനസ്സിലായോ? അപ്പൊ ഇതാണ് നമുക്ക് ഇത് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഇംപാരറ്റീവ് സെന്റൻസ്. An imperative sentence is one which contains a request or an order or command. It ends with a full stop. എന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമ്മൾ ഓരോരുത്തരും റിക്വസ്റ്റും കമാൻഡും ഓർഡറും ഒക്കെ ഇടുന്നതാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് വരുന്നത്. കൂട്ടത്തിൽ ഫുൾ സ്റ്റോപ്പും കൂടി ഇടും. സെന്റൻസ് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഫുൾ സ്റ്റോപ്പും കൂടി ഇടും. അപ്പൊ അത് കമാൻഡ് ആയിക്കോട്ടെ, ഓർഡർ ആയിക്കോട്ടെ, റിക്വസ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ സ്റ്റോപ്പും കൂടി ഇടുന്നതിനാണ് നമ്മൾ ഇംപാരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കാം. പ്ലീസ് ഓപ്പൺ ദി ഡോർ. ദയവായി ഈ കഥ ഒന്ന് തുറക്കൂ. പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ. ദയവായി ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യൂ. പ്ലീസ് ഹെൽപ്പ് മീ. ദയവായി എന്നെ ഒന്ന് സഹായിക്കൂ. പ്ലീസ് ലെറ്റ് ഹർ ഗോ ടു ദ ബെഡ്. ദയവായി അവളെ ബെഡിൽ പോവാൻ അനുവദിക്കൂ. പ്ലീസ് കം ഹിയർ. ദയവായി നിങ്ങൾ ഒന്ന് വരൂ. ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത്. നമ്മളൊരു താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത്, ഒരാളോട് അപേക്ഷിച്ച് പറയുന്നതാണ് നമ്മൾ ഈ ഒരു ഇത് വരുന്നത്, റിക്വസ്റ്റ് വരുന്നത്, ഇംപെറേറ്റീവ് സെന്റൻസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് വരുന്നുണ്ട്. ഇൻ ഓൾ എബോ എക്സാമ്പിൾ ദ സബ്ജക്ട് യു ഈസ് അണ്ടർസ്റ്റുഡ്. ഇതിൽ വന്നിട്ട് സബ്ജക്റ്റ് ആണ് നമുക്ക് യു ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യു എന്ന് പറയുന്നതാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഷട്ട് ദി ഡോർ. ആ കഥ വന്ന് അടയ്ക്കൂ. ഗീവ് ഔട്ട്. തന്നിട്ട് പോകൂ. ഓപ്പൺ ദി വിൻഡോ. കഥ വന്ന് തുറക്കൂ. കമ്മിൻ. അകത്തേക്ക് വാ. ലുക്ക് ഔട്ട്. അങ്ങോട്ട് നോക്കൂ. ഇതിൽ ഓർഡറും കമാൻഡും കൂടി ചേരുമ്പോഴാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് കെയർഫുള്ളി. ശ്രദ്ധിച്ചെഴുതൂ. ഇത്രയാണ് നമ്മൾക്ക് ഇംപെറേറ്റീവ് സെന്റൻസിൽ വരുന്നത്. ഇൻ ദി എബോ സെന്റൻസ് ആൾസോ ദി സബ്ജക്റ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇവിടെ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, എന്തുവാ കാര്യം എന്നുള്ളത്. അപ്പൊ ഇത്രയാണ്. ഓക്കെ, ഇനി വന്നിട്ട് മൂന്നാമത്തെയാണ് ഇൻട്രോഗ്രേറ്റീവ് സെന്റൻസ്. ആൻ ഇൻട്രോഗ്രേറ്റീവ് സെന്റൻസ് ഈസ് വൺ വിച്ച് കണ്ടെയ്ൻസ് ആൻ ഇൻട്രോഗ്രേഷൻ ഓർ ക്വസ്റ്റ്യൻ
ഇറ്റ് എൻഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് വന്നിട്ട് നമുക്ക് ഇൻട്രോഗ്രേറ്റീവ്, അതായത് നമ്മളിപ്പം ഓരോ സെന്റൻസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ക്വസ്റ്റ്യൻ പോലെ വരുന്ന സെന്റൻസിനാണ് നമ്മൾ ഇൻട്രോഗ്രേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് ചോദ്യചിഹ്നം, ചോദ്യം പോലെ പറഞ്ഞിട്ട് ചോദ്യചിഹ്നം കൂടി നമ്മൾ ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെന്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താ? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര പ്രായമുണ്ട്? വാട്ട് ഈസ് ദി ടൈം നൗ? ഇപ്പൊ സമയം എന്തായി? ഹു ആർ യു? നീ ആരാണ്? വൈ ഡിഡ് യു ബീറ്റ്? നീ എന്തിനാ അവളെ അടിച്ചു? ആർ യു ഹാപ്പി? നീ ഹാപ്പിയാ? നീ സന്തോഷത്തിലാണോ? ഡു യു നോ ഹിം? നിനക്ക് അവനെ അറിയുമോ? പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ അതാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നോക്കാം, നാലാമത്തെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഈസ് വൺ വിച്ച് കണ്ടെയ്ൻ എക്സ്പ്രഷൻ ആൻഡ് ഫീലിംഗ് ഓർ ഇമോഷൻസ്. ഇമോഷൻസും ഫീലിംഗും കൂടി ചേരുമ്പോഴാണ് ആ സെന്റൻസ് വരുന്നത്. ഇറ്റ് എൻഡ്സ് വിത്ത് മാർക്ക് ഓഫ് എക്സ്ക്ലമേഷൻ മാർക്കും കൂടി ഇടും. ഇതുപോലത്തെ മാർക്കും കൂടി ഇടും നമ്മൾ. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറയാം വാവ്, സൂപ്പർ, സോ സാഡ്, അങ്ങനെ നമ്മൾ ഒരുമാതിരി വിഷമിച്ചും അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്രഷനും ഫീലിങ്സും ഒക്കെ ഇട്ട് പറയുന്നതാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആ ഈസ് ഡെഡ്, ആ മരിച്ചു. ഹൗ ലക്കി യു ആർ? നീ എത്ര ഭാഗ്യവതിയാണ്. വാട്ട് എ സോറോഫുൾ എൻഡ്, എത്ര എന്താ സാറോ ആയിട്ടുള്ള ഒരു ദിവസം, സങ്കടകരമായ ഒരു ദിവസമാണ്. ഹൗ ഹോട്ട് ഇറ്റ് ഈസ് ടുഡേ, ഇനി എന്തൊരു ചൂടാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ ദിസ് ഈസ്, ഈ സീൻ കാണാൻ ഈ ഭയങ്കര ഭംഗിയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഷീസ്, അവളെ കാണാൻ എന്ത് ഭംഗിയാണ്. വാട്ട് എ ഞാരോ എസ്കേപ്പ് ഇറ്റ് വാസ്, എന്നിട്ട് ഞാരോടെ എസ്കേപ്പ് ആയിരുന്നു. ഇപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കിയ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാ എക്സ്ക്ലമേറ്ററി സെന്റൻസും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസും പിന്നെ ടൈപ്പ് ഓഫ് സെന്റൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4 ടൈപ്പ് ഓഫ് സെന്റൻസ്: അസർട്ടീവ് സെന്റൻസ്, ഇംപാരറ്റീവ് സെന്റൻസ്, ഇനോഗ്രേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്. ഈ 4 സെന്റൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഐഡന്റിഫൈ ദ സെന്റൻസ്, അതായത് ഈ സെന്റൻസിൽ ഇപ്പൊ ഞാൻ 4 ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ എയിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് അതിന്റെ ആൻസർ തന്നെ അവിടെ തന്നെ എഴുതണം. ഓക്കെ, ഷീ കുക്ക് ഫുഡ്, ദ നേച്ചർ ഈസ് സോ ബ്യൂട്ടി, പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ, ഹു ഈസ് ഷീ. ഈ ഇത്രയും 4 സെന്റൻസ് നിങ്ങൾ അവിടെ ഏതാണോ അതിന്റെ ആൻസർ വന്നേ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിന്റെ ആൻസർ വന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ട പ്രാക്ടിക്കൽ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കാണാത്തതുണ്ടെങ്കിൽ അതിന്റെ താരം കണ്ടു നോക്കും. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ അതിന്റെ ആൻസർ പറയാണ്. ദേ സ്പെൻഡ് ലാവിഷ് ആസ് ഇഫ് ദേ ഹാവ് ലോട്ട് ഓഫ് മണി. ഇവിടെ ആസിഫ വരുന്നത്. നോ സൂണർ ഡിഡ് ഹി അറൈവ് ദാറ്റ് വി വെൽക്കംഡ് ഹർ. നോ സൂണർ ആണ്. ഹി സേവ്ഡ് എ ലോട്ട് ഓഫ് മണി സോ ദാറ്റ് ഹി കുഡ് സെൻഡ് ഹിസ് സൺ ടു സ്കൂൾ. സോ ദാറ്റ് വരും. as soon as possible you should go to bank. ഇവിടെ as soon as ആ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ നോക്കിയ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പോസിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകളൊന്ന് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലായ കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലുകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലും ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയും അക്കൗണ്ടൻസി ടിപ്സുമാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യാം. സോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. സോ വിളിക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. സോ ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
സോ അപ്പോൾ നിൽക്കുന്ന അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.